സല്യൂട്ട് സുഹൃത്തുക്കളെ. നേരത്തെ പറഞ്ഞ കുറേ എപ്പിസോഡുകളിൽ വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ ADGP ആയി 2012 മുതൽ ജോലി ചെയ്ത ചില സംഭവങ്ങളാണ് വിവരിച്ചിരുന്നത്. 2014 ഫെബ്രുവരിയോടുകൂടി എനിക്ക് അവിടെ നിന്ന് മാറ്റമായി. ജാനുവരി 2014 ആയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി ഗതാഗത വകുപ്പിൻ്റെ മന്ത്രിയാവുകയും ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തല സാറിന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ തീർച്ചയായും പോലീസിൽ ചില മാറ്റങ്ങളും ചലനങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അതനുസരിച്ചായിരുന്നു എൻ്റെയും ട്രാൻസ്ഫർ ഉണ്ടായത് വിജിലൻസിൽ നിന്ന്. പക്ഷേ അതിനൊരു പശ്ചാത്തലമുണ്ട്. കാരണം എനിക്കിഷ്ടമുള്ള ഒരു മാറ്റമായിരുന്നു അത്. ഇന്ത്യയെ ആകെ സ്തംഭിപ്പിച്ചുകൊണ്ടാണ് 2012 ഡിസംബർ 16 നിർഭയ കേസ് എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഈ കുഞ്ഞിൻ്റെ മരണത്തിന് ശേഷം ഡൽഹിയിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത്ര നാൾ മുമ്പായിരുന്നില്ല ഇത്. സുപ്രീം കോടതി വരെ എത്തി വളരെ അധികം ചർച്ചകൾക്ക് ശേഷം 2013 ഒരു നിർഭയ സ്കീം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചു. ഇനിയും ഇതുപോലെ ഒരു സംഭവം ആവർത്തിക്കപ്പെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടി വന്ന ഒരു സ്കീമാണ്. അതിനായി വളരെയധികം ഒരു 6000 കോടി രൂപയോളം ഓരോ വർഷവും നീക്കി വെക്കുകയും ഒക്കെ ചെയ്ത ഒരു സമയമാണ്. 2013 അവസാനത്തോടു കൂടി വിവിധ സംസ്ഥാനങ്ങൾക്ക് എത്രയെത്ര തുകകൾ വീതം കിട്ടും, വിവിധ വകുപ്പുകൾക്ക് എത്രയെത്ര തുകകൾ വീതം കിട്ടും, എന്തായിരിക്കണം അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന രീതിയിലൊരു ഗവൺമെൻറ് ഓർഡർ കേന്ദ്ര സർക്കാർ ഇറക്കി. അതനുസരിച്ച് അതത് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിർഭയ പ്രോജക്റ്റുകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും അത് സ്ത്രീകളുടെയും കുട്ടികളുടെയും വകുപ്പിൻ്റെ കീഴിൽ ആഭ്യന്തര വകുപ്പ് ഒരു വളരെ വലിയ പങ്ക് നിർവഹിച്ചുകൊണ്ട് ആരോഗ്യ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, സാമൂഹ്യക്ഷേമ വകുപ്പ് തുടങ്ങിയ വകുപ്പുകളെല്ലാം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് നിർഭയ സ്കീം നടപ്പിലാക്കാനായി ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുകയും 2013 അവസാനത്തെ ബഡ്ജറ്റിനകത്ത് 7 കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതിനായി മാറ്റിവെക്കുകയും ചെയ്തു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വത്തിനായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ ഫണ്ടിൽ നിന്ന് 60% കേന്ദ്ര ഫണ്ട് ചെലവഴിക്കുമെങ്കിൽ അതിൻ്റെ 40% അതത് സംസ്ഥാന സർക്കാരുകളാണ് കൊടുക്കേണ്ടത്. കുറച്ച് ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടും, കുറച്ച് ഫണ്ട് സംസ്ഥാനങ്ങൾ കൂടി ചെലവഴിച്ചുകൊണ്ടാണ് നിർഭയ സ്കീമുകൾ നടപ്പിലാക്കേണ്ടിയിരുന്നത്. അവസാന രൂപം നൽകിയത് 2013 അവസാനത്തോടു കൂടി ഡിസംബർ ഒക്കെ ആയപ്പോഴായിരുന്നു. 2014 ജനുവരിയിൽ രമേശ് ചെന്നിത്തല സാറ് ആഭ്യന്തര മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് നിർഭയ കേരളം സുരക്ഷിത കേരളം എന്നുള്ള ഒരു ടാഗ് ലൈനോട് കൂടിയ ഒരു വലിയ പദ്ധതി. ശ്രീമതി സോണിയാഗാന്ധിയെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിപ്പിക്കണം എന്ന ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാവുകയും അങ്ങനെ ഫെബ്രുവരി 15 നിർഭയ കേരളം സുരക്ഷിത കേരളം എന്നുള്ള പ്രോജക്റ്റ് കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യാനായി ശ്രീമതി സോണിയാഗാന്ധി വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹത്തിന് വളരെ മിടുക്കനായിട്ടും സമർത്ഥനുമായിട്ടുള്ള ഒരു IAS ഓഫീസർ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും സ്നേഹത്തോടു കൂടി കളക്ടർ ബ്രോ എന്ന് വിളിക്കുന്ന പ്രശാന്തിൻ്റെ കരിയറിൻ്റെ വളരെ നല്ല ഒരു തുടക്കം അവിടെ നിന്ന് തുടങ്ങി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പുതിയ ആഭ്യന്തരമന്ത്രി വരുമ്പോൾ എല്ലാ ഉദ്യോഗസ്ഥരും പോയി കാണണമല്ലോ, നമ്മൾ പോയി കോൾ ഓൺ ചെയ്യണം. അപ്പം അങ്ങനെ കോൾ ഓൺ ചെയ്യാൻ പോയ സമയത്ത് അദ്ദേഹം ശ്രീലേഖയ്ക്ക് നിർഭയ പദ്ധതിയുടെ നോഡൽ ഓഫീസർ സ്ഥാനവും കൂടി ഏറ്റെടുക്കാൻ സാധിക്കുമോ എന്നെൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ എനിക്ക് സ്ത്രീകളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ വലിയ താല്പര്യമുണ്ട്, ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണ്, ഒരുപാട് ആശയങ്ങൾ മനസ്സിലുണ്ട്, തീർച്ചയായിട്ടും ഞാൻ നിർഭയ പദ്ധതിയുടെ നോഡൽ ഓഫീസറായിട്ട് ജോലി ചെയ്തോളാം, എന്ത് വേണമെന്ന് സാറ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം വിജിലൻസിൽ നിന്ന് തൽക്കാലം മാറണ്ട, അവിടെ ഇരുന്നു കൊണ്ട് നിർഭയ കേരളം സുരക്ഷിത കേരളം എന്നുള്ള പദ്ധതിയുടെ നോഡൽ ഓഫീസറായിട്ട് നിയമിക്കാനാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു. സോണിയാഗാന്ധി വരുന്നതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ അതിൻ്റെ എല്ലാ പരിപാടികൾക്കും മീറ്റിങ്ങുകൾക്കും എന്നെയും കൂടെ ക്ഷണിച്ചിരുന്നു. സോണിയാഗാന്ധി അന്ന് AICC പ്രസിഡന്റ് ആയിരുന്നല്ലോ. അന്ന് DGP ശ്രീ ബാലസുബ്രഹ്മണ്യം സാറായിരുന്നു. അദ്ദേഹവും എല്ലാ കാര്യവും എന്നെ ഫോണിൽ വിളിച്ച് പറയും, ശ്രീലേഖ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. സോണിയാഗാന്ധി കേരളത്തിൽ വരികയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തപ്പോൾ പല ആൾക്കാർ VIPകൾ സംസാരിച്ചു. അതിനോടൊപ്പം വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞത് ഞാനായിരുന്നു. ഈ വോട്ട് ഓഫ് താങ്ക്സ് തീരുന്നത് വരെ അവരവിടെ ഇരിക്കുകയും അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് പോവുകയും ചെയ്തത്. ഈ ഫംഗ്ഷൻ വളരെ നല്ല രീതിയിൽ നടന്നത് ആഭ്യന്തരമന്ത്രിക്ക് വലിയ സന്തോഷമായിരുന്നു. അദ്ദേഹം വളരെ ഉത്സാഹത്തോടു കൂടിയും വളരെ ആവേശത്തോടു കൂടിയും പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു സ്ത്രീകളുടെ സുരക്ഷ എന്നുള്ള കാര്യം. വിജിലൻസ് എന്ന് പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അതിനെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്.
സംസ്ഥാന ആഭ്യന്തര മന്ത്രിയുടെ കീഴിലുള്ള 5-6 വകുപ്പുകളുണ്ടല്ലോ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് പോലീസാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ടത് വിജിലൻസ് ആണ്. ഹോം ആൻഡ് വിജിലൻസ് മിനിസ്റ്റർ എന്നാണ് അറിയുന്നത്. സെക്രട്ടറി ഹോം ആൻഡ് വിജിലൻസ് എന്നാണ് അതിൻ്റെ സെക്രട്ടറി അറിയുന്നത്. 2 വ്യത്യാസപ്പെട്ട വകുപ്പുകളായതുകൊണ്ട് ഒരു വകുപ്പിൽ ഇരുന്നു കൊണ്ട് നിർഭയ സ്കീം പോലീസിന് വേണ്ടി ചെയ്യാനായി പറ്റില്ല എന്നതുകൊണ്ട് എന്നെ വിജിലൻസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് നിർഭയ കേരളം സുരക്ഷിത കേരളം പദ്ധതിയുടെ നോഡൽ ഓഫീസർ സ്ഥാനം പുതിയതായിട്ട് സൃഷ്ടിച്ച് അതിന് ADGP തസ്തികയുടെ തത്തുല്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കി എന്നെ പോസ്റ്റ് ചെയ്ത് നിയമിക്കുകയായിരുന്നു. 1 മാസത്തിനകം തന്നെ ADGP സ്പെഷ്യൽ സർവീസസ് ആൻഡ് ട്രാഫിക് എന്നുള്ള ഒരു പോസ്റ്റ് തന്നിരുന്നു. ADG ട്രാഫിക് എന്നുള്ളൊരു കാഡർ പോസ്റ്റ് അവിടെ ഉള്ളതാണ്. അതോടൊപ്പം സ്പെഷ്യൽ സർവീസസ് ഹോം ഗാർഡ്സ് എന്നൊക്കെ പറഞ്ഞ പഴയ ഒരു പോസ്റ്റ് ഉണ്ട്. പോലീസ് ചെയ്യുന്ന എല്ലാ സ്പെഷ്യൽ ജോലികളും, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വം, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സ്, ജനമൈത്രി പോലീസ്, ഇതെല്ലാം എൻ്റെ കീഴിൽ വരും എന്നുള്ള മട്ടിലാണ് അദ്ദേഹം അത് വിഭാവന ചെയ്തത്. അതിൻ്റെ കൂടെ നിർഭയ പദ്ധതിയും കൂടെ ആവുമ്പോൾ എല്ലാം കൂടെ ചേർന്ന് നല്ല രീതിയിൽ പോകാൻ സാധിക്കും. അവിടെ ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രയാസങ്ങളുണ്ടായി. ഒരു സിസ്റ്റം ആദ്യം തൊട്ടേ ഉണ്ടാക്കിയെടുക്കണം. പോലീസ് ആസ്ഥാന മന്ദിരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പോർട്ടിക്കോ കഴിഞ്ഞിട്ട് വലതുവശത്ത് കാണുന്ന മുറി പൊതുവെ ആർക്കും വേണ്ട. ഒരു ശാപമേറ്റ ഒരു മുറിയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. വാസ്തു അനുസരിച്ച് ആർക്കും സ്ഥിരമായി ഇരിക്കാൻ പറ്റാവുന്ന ഒരു മുറിയല്ല എന്ന് പണ്ടൊരു ഉദ്യോഗസ്ഥൻ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുമ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. അവിടെ ആര് വന്നിരുന്നാലും ഒരു 6-7 മാസം കഴിയുമ്പോഴേക്കും പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു സ്ഥിതി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ മുറി ഉപയോഗിക്കാതെ വെറുതെ കിടക്കുകയായിരുന്നു. ഞാൻ അവിടെ പോയി എൻ്റെ ഓഫീസ് സെറ്റപ്പ് ചെയ്തപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവിടെ വരുത്തേണ്ടി വന്നു. വളരെ മോശം ഒരു ബാത്റൂമായിരുന്നു. ആൻറ്റി റൂംസ് ഒന്നുമില്ല, CAക്ക് ഇരിക്കാൻ സ്ഥലമില്ല, ഫർണിച്ചറും വളരെ അഴുക്കായിട്ടുള്ള കുറേ കാര്യങ്ങളും ഒക്കെ ആയിട്ട്, TV ഇല്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഒരു മുറിയായിരുന്നു അത്. ഒന്ന് പെയിൻറ്റ് ചെയ്ത് കർട്ടൻസ് ഒക്കെ മാറ്റി ഫർണിച്ചറെ കുറച്ചൊക്കെ വാങ്ങിയിട്ട് ബാത്റൂം ആയിട്ട് PWDയെ കൊണ്ട് ചെയ്യിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള ഒരു അന്തരീക്ഷം തന്നെ അവിടെ ഉണ്ടായത്. എനിക്ക് സ്റ്റാഫ് ഇല്ലായിരുന്നു. ആകെ ഒരു എൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ആയിട്ടുള്ള ആൾക്കാർ, ഡ്രൈവർ, പിന്നെ എൻ്റെ കൂടെ എപ്പോഴും വരുന്ന ഒരു സബ് ഇൻസ്പെക്ടറുണ്ട്, അനിൽ എന്ന് പറയുന്നത്, എന്നെ സഹായിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ അവിടെ ഉള്ളൂ. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വലിയ വലിയ ആശയങ്ങളാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ നിർഭയ സ്കീം എന്ന് പറയുമ്പോൾ വളരെ ബൃഹത്തായ ഒരു പദ്ധതി ആദ്യം തയ്യാറാക്കി കൊടുക്കണം. 1000 കോടി രൂപയാണ് കേരളത്തിലേക്ക് ഇതിനു വേണ്ടി അലോട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് MHAയിൽ നിന്ന് ഞാൻ അറിഞ്ഞത്. അത് വാങ്ങിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. സാധാരണ ഒരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു പണിയാണ്. അതുകൊണ്ടാണ് ഈ കൺസൾട്ടൻസികളെ അത് ഏൽപ്പിക്കുന്നത്. പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യാൻ തന്നെ 50 ലക്ഷം 75 ലക്ഷം രൂപയൊക്കെ അവർ പൈസയായിട്ട് ചോദിക്കും. നമുക്ക് തന്നെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാം എന്നുള്ള ധാരണയിലാണ് ഞാൻ ആദ്യം അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തത്. എൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് സ്ത്രീകളുടെ ഇടയിൽ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. സ്കൂൾ തലം തൊട്ട് കുടുംബ അന്തരീക്ഷത്തിൽ വരെ ഉള്ളവരുടെ ഇടയിൽ, കോളേജ് കുട്ടികളുടെ ഇടയിൽ, ഓഫീസ് ജോലിക്കാരുടെ ഇടയിൽ ഒരു വലിയ അവബോധം സൃഷ്ടിച്ച് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നുണ്ട് എന്നും പറയുക. പിന്നെ അവർക്ക് എല്ലാവർക്കും എപ്പോഴും വിളിക്കാൻ പറ്റുന്ന ഒരു ഫോണിൽ വെക്കാവുന്ന ഒരു ആപ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് പ്രസ് ചെയ്താൽ തന്നെ 5 മിനിറ്റിൽ പോലീസ് എത്തുന്ന ഒരു സംവിധാനം. അതിനായി പോലീസിനെ സജ്ജീകരിക്കണം. പ്രത്യേകം കൺട്രോൾ റൂമുകൾ വേണം, പ്രത്യേകം വാഹനങ്ങൾ വേണം. വനിതാ പോലീസുകളുടെ നമ്പർ കൂട്ടണം. പൊതുഗതാഗത സംവിധാനത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കണം. എല്ലാ ട്രാൻസ്പോർട്ട് ബസ്സുകളിലും ക്യാമറ സർവെയിലൻസ് ഉണ്ടായിരിക്കണം. എല്ലാ നിരത്തുകളിലും റോഡുകളിലും കഴിയുന്നത്ര CCTV ക്യാമറ വെച്ചുകൊണ്ട് രാത്രി സമയത്ത് ഇരുട്ടിൽ ആണ്ടുപോകാതെ എല്ലാ സ്ഥലങ്ങളിലും വൈദ്യുതി വിളക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് പലയിടങ്ങളിലായിട്ട് പോലീസിനെ 24 മണിക്കൂറും വിന്യസിച്ചുകൊണ്ടും ഒക്കെ നമുക്ക് സ്ത്രീകളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാനാകും. സ്ത്രീകൾക്ക് തന്നെ ഒരു ധൈര്യം നൽകാനായി അവർക്ക് പ്രത്യേക വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കും, ട്രെയിനിങ്ങും സ്കിൽസും കൊടുക്കാൻ സാധിക്കും. അൺആംഡ് കോമ്പാറ്റോ കരാട്ടയോ ഒക്കെ പഠിപ്പിച്ച് കൊടുത്താൽ അവർക്ക് സ്വയം തന്നെ നിയന്ത്രിക്കാൻ പറ്റും. ആവശ്യമുള്ളവർക്ക് സൗജന്യമായി പെപ്പർ സ്പ്രേ പോലെയുള്ള സാമഗ്രികൾ ലഭ്യമാക്കി കൊടുക്കുക. താലൂക്ക് തലങ്ങളിലും വില്ലേജ് തലങ്ങളിലുമുള്ള കുടുംബശ്രീ പ്രവർത്തകരെ വോളണ്ടിയേഴ്സ് ആക്കി മാറ്റിയെടുത്ത് അവർ വഴി നമുക്ക് പല സ്ഥലത്തെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും. കുടുംബത്തിലെ അന്തരീക്ഷത്തിലും കുട്ടികളുടെ ഇടയിലും ഒന്നും അവർക്കുണ്ടാകുന്ന പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും പോലീസിലേക്ക് പരാതിയായിട്ട് എത്തുന്നില്ല.
പലപ്പോഴും ഓരോ പേടികൾ കൊണ്ടായിരിക്കും. കുട്ടികൾക്കത് പറയാനുള്ള അറിവില്ല, ശരിയാക്കി കളയും എന്നുള്ള ഭീഷണിപ്പെടുത്തൽ കൊണ്ട് പലരും പുറത്ത് പറയാറില്ല. കുടുംബ അന്തരീക്ഷത്തിലാണെങ്കിൽ പേര് പോകും, ഒരു വലിയ മോശമാകും, ആളുകൾ എന്ത് പറയും എന്നൊക്കെയുള്ള ആശങ്കകൾ കാരണം അവരത് മൂടി വയ്ക്കാൻ ശ്രമിക്കും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുടുംബശ്രീ ആൾക്കാരെ വിട്ടുകൊണ്ട് ഇരകളോട് സംസാരിക്കുകയും അവരിൽ നിന്ന് കൂടുതൽ വിവരശേഖരണം നടത്തി കുട്ടികളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അമിത ലഹരി ഉപയോഗത്തിലൂടെ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം, അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, പ്രത്യേകമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി വിങ് സ്ഥാപിക്കുക, അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എങ്ങനെ അവരെ ചികിത്സിക്കണം, അവർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകാതെ എങ്ങനെ കാത്തു സൂക്ഷിക്കണം, അവരുടെ പേര് വിവരം പുറത്ത് വരാതെ എങ്ങനെ ചെയ്യാൻ സാധിക്കും, നിയമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, വൺ സ്റ്റോപ്പ് ക്രൈസിസ് സെന്റർ ഉണ്ടാക്കുകയും അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരെയും ഞൊടിയിടയിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് ഒരു സേഫ്റ്റി, സെക്യൂരിറ്റി, ഒരു പ്രൊട്ടക്ഷൻ, സംരക്ഷണം എല്ലാം കൊടുത്ത് അവരെ രക്ഷിക്കുക. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടണം. സാമൂഹ്യക്ഷേമ വകുപ്പിന് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. നിർഭയ ഹോം എന്ന് പറയുന്നതും കുട്ടികൾക്ക് വേണ്ടി താമസിക്കാനുള്ള, സ്ത്രീകൾക്ക് വേണ്ടി താമസിക്കാനുള്ളതും അതെല്ലാം എൻ്റെ മനസ്സിലുള്ള ആശയമാണ്. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിലെ പറവൂർ കേസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനകത്തെ പെൺകുട്ടി താമസിച്ചിരുന്ന സ്ഥലം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം, വളരെ കൂടുതൽ കുട്ടികൾ ഇങ്ങനെ തിങ്ങി പാർത്തിരുന്ന സ്ഥലമായതുകൊണ്ട് കുറച്ചും കൂടെ വ്യാപകമായി ഇവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനും സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ നിർഭയ ഹോമുകൾ കെട്ടി ഇവർക്ക് കൊടുക്കേണ്ട കാര്യവും ഇതെല്ലാം കൂടെ ചേർത്ത് എങ്ങനെ 1000 കോടി രൂപ നമുക്ക് ഫലപ്രദമായി ഒരു വർഷം കൊണ്ട് ചിലവഴിക്കാം എന്നതിൻ്റെ പ്രപ്പോസലാണ് സബ്മിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്ത ഒരു പെൺകുട്ടി എൻ്റെ കൂടെ വന്നു. അതിന് ഞാൻ ഡിക്റ്റേഷൻ കൊടുക്കുമ്പോൾ അത് ടൈപ്പ് ചെയ്തുകൊണ്ട് വരുന്നതെല്ലാം വളരെ തെറ്റിച്ചാണ്. അപ്പോൾ ഞാൻ തന്നെ മറന്നുപോകും ഞാൻ എന്താ ഡിക്റ്റേഷൻ കൊടുത്തതെന്ന്. അപ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വീണ്ടും നമുക്ക് ആ കുട്ടിയെ, അത് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയല്ല. അപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് ഞാൻ DGPയുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞെങ്കിലും DGP പറഞ്ഞു ശ്രീലേഖ വേറെ ആരും ഇല്ല, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ഇത് ടൈപ്പ് ചെയ്യുകയാണ്. നിർഭയ പ്രോജക്റ്റ് മൊത്തം ടൈപ്പ് ചെയ്ത് അതൊരു പടമൊക്കെ ഉണ്ടാക്കി, ഒരു ലോഗോ ഉണ്ടാക്കി, അതെല്ലാം കൂടെ വെച്ച് ഞാനൊരു പുസ്തക രൂപത്തിലാക്കി ആദ്യം DGPക്ക് കൊടുത്തു. അദ്ദേഹം അത് വായിച്ചിട്ട് പറഞ്ഞു അത് കുഴപ്പമില്ല, കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറഞ്ഞു. അതൊക്കെ ചേഞ്ച് ചെയ്തു. എന്നിട്ട് അത് ഞാൻ ആഭ്യന്തര മന്ത്രിക്ക് കൊടുത്തു. അദ്ദേഹം അത് നോക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെച്ചു. അപ്പോഴേക്കും ഒരു മാസം കഴിഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടുന്നതിൻ്റെ കാര്യമൊന്നും കൂടുതലായി അറിഞ്ഞില്ല. അന്ന് ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നത് L രാധാകൃഷ്ണൻ സാറായിരുന്നു. അപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ ഇതിനു വേണ്ടി പോകുമ്പോൾ എന്നെയും കൂടെ വിളിക്കും. MHAയിൽ ഓഫീസിൽ പോയി, ഇതിൻ്റെ നോഡൽ മിനിസ്ട്രി ആയിരുന്ന വിമൻ ആൻഡ് ചിൽഡ്രൻ മിനിസ്ട്രിയുടെ ഓഫീസിൽ പോയി അവിടെ ഉണ്ടായിരുന്ന 2-3 IAS ഓഫീസറുമായിട്ട് സംസാരിച്ച് എൻ്റെ പ്രപ്പോസല് ചർച്ചയൊക്കെ നടത്തി അവരിൽ നിന്ന് ഒരു ഉറപ്പൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് ഡൽഹിയിൽ നിന്ന് വരുന്നത്. ഇതെല്ലാം ആഭ്യന്തരമന്ത്രിയെ അപ്പോൾ തന്നെ അറിയിക്കുകയും വേണം. അതിനിടയിൽ രമേശ് ചെന്നിത്തല സാർ എന്നോട് പറഞ്ഞു നമ്മൾക്ക് ശ്രീലേഖയുടെ പ്രപ്പോസൽ ഒന്ന് ശകലം ചേഞ്ച് ചെയ്യണം, പേജുകളൊക്കെ കുറച്ചും കൂടെ ഒന്ന് കളർഫുൾ ആക്കണം, വായിക്കുമ്പോൾ ഒരു ശകലം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് പോലെ. അതുകൊണ്ട് പ്രശാന്തും കൂടെ സഹായിച്ചുകൊണ്ട് നമുക്ക് വേറൊരു പ്രോജക്റ്റ്, ഇതിൻ്റെ തന്നെ മാതൃകയിൽ വേറൊരു പ്രോജക്റ്റും കൂടെ പ്രിപ്പയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാം ചെയ്തത് അദ്ദേഹമായിരുന്നു ആ സമയത്ത്. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് ഇനിയും ഒന്നും കൂടെ പോയി ഇരുന്ന് അത് മുഴുവൻ റിവൈസ് ചെയ്യാനോ ടൈപ്പ് ചെയ്ത് കയറ്റാനോ ഉള്ള ആരോഗ്യമില്ല. അതുകൊണ്ട് അത് വേണ്ട വിധത്തിൽ കറക്റ്റ് ചെയ്തോളൂ എന്ന് ഞാൻ പ്രശാന്തിനോട് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം തന്നെ സ്വയം ചെയ്യുകയോ ആരെയോ വെച്ച് ചെയ്യിക്കുകയോ ചെയ്ത് കുറച്ചും കൂടെ വലിയ ഒരു പ്രപ്പോസൽ, ഭയങ്കര കളർഫുള്ളാണ് അത് കാണാനായിട്ട്, നല്ല ഒരു പുറം ചട്ട കണ്ടാൽ തന്നെ ഒരു എന്താണ് വലിയ കമ്പനിയുടെ ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ പോലെ ഉണ്ടാവും. അകത്ത് നമ്മൾ തുറക്കുമ്പോൾ അതിനകത്ത് ഗ്രാഫുകളും ചാർട്ടുകളും, കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയണമല്ലോ, കേരളത്തിൽ ഇത്ര വർഷം എത്രയുണ്ടായി, അത് എത്രയുണ്ടായി. ഞാൻ വെറും സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് പോയപ്പോൾ ഇദ്ദേഹം അത് ഗ്രാഫും ചാർട്ടും കേരളത്തിൻ്റെ മാപ്പ് എടുത്ത് വെച്ച് അതിനകത്ത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് വേണ്ടത്, എവിടേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ വളരെയധികം ഡീറ്റെയിൽസും, പിന്നെ ഓരോരോ വകുപ്പുകളെ പ്രത്യേകം വിഭജിച്ചുകൊണ്ട് എത്ര അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവസാനം എല്ലാം കൂടെ ചേർത്ത് വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു റിപ്പോർട്ടായിരുന്നു അത്. എന്തായാലും ഈ റിപ്പോർട്ടാണ് അവസാനം അംഗീകരിച്ചത്. MHAയും മറ്റ് മിനിസ്ട്രികളും അത് കേന്ദ്രത്തിൽ ഇത് അംഗീകരിക്കുകയും ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് തരാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ 1000 കോടി രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ 60% കേന്ദ്രത്തിൽ നിന്ന് വരും, ബാക്കിയുള്ളത് നമ്മൾ ചിലവാക്കണം. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടേണ്ട തുക എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് നിർഭയയുടെ ഒരു നോഡൽ ഓഫീസ് പോലും സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബഡ്ജറ്ററി പ്രൊവിഷനിൽ നിന്ന് 7 കോടി രൂപയുള്ളത് കുറച്ചെങ്കിലും തരുമോ,
അത് വെച്ചുകൊണ്ട് എനിക്ക് വോളണ്ടിയേഴ്സിനെ റിക്രൂട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞെങ്കിലും പോലീസ് സംവിധാനം ഉപയോഗിച്ച് തൽക്കാലം ചെയ്യൂ എന്ന് പറഞ്ഞു. എറണാകുളം ജില്ല ആദ്യത്തെ ജില്ലയായിട്ട് തിരഞ്ഞെടുത്ത് അവിടെ പോയി പല മീറ്റിങ്ങുകളും കുടുംബശ്രീ ആൾക്കാരുമായിട്ടും അവിടെയുള്ള NGOമാരുമായിട്ടും സ്ത്രീ സംഘടനകളായിട്ടും നടത്തി. അവിടെ വലിയ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് ഞാൻ 140 പേരെ റിക്രൂട്ട് ചെയ്തു. അതായത് 25 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള സന്നദ്ധ സംഘടന പോലെയുള്ള വലിയ വേതനമൊന്നും കൈപ്പറ്റാതെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകളുടെ കയ്യിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ ബോർഡ് സൃഷ്ടിച്ചുകൊണ്ട് ആ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരുന്നു കൊണ്ട് അവരെ ഇൻ്റർവ്യൂ ചെയ്ത് അവർക്ക് എത്രമാത്രം താല്പര്യമുള്ള വിഷയമാണ്, വെറുതെ വരുന്നതാണോ അതോ ശരിക്കും സേവനം ചെയ്യാൻ വേണ്ടി വരുന്നതാണോ എന്നൊക്കെയുള്ള ഒരു ടെസ്റ്റ് നടത്തി തിരഞ്ഞെടുത്ത 140 പേരെ ഞാൻ നിർഭയ വോളണ്ടിയേഴ്സായിട്ട് എവിടെ നിയമിച്ചു. അവർക്ക് എന്തെങ്കിലും ഫെസിലിറ്റി കൊടുക്കണ്ടേ, അവർക്കൊരു യൂണിഫോം കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബാഡ്ജ് കൊടുക്കണം, അവർക്ക് കുറച്ച് സാധനങ്ങൾ, ഒരു ഫോണിൻ്റെ സിം കാർഡെങ്കിലും അവർക്ക് കൊടുക്കണം. കാരണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ച് പറയണ്ടേ. അവർക്ക് യാത്രാബത്ത കൊടുക്കണ്ടേ, അവർക്ക് പല സ്ഥലത്തും യാത്ര ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഇത്രയധികം പൈസ അവർക്ക് വേണ്ടി ചിലവാകേണ്ടി വരും. അപ്പോഴേക്കും രാധാകൃഷ്ണൻ സാറ് മാറിയിട്ട് നിവേദിത പി ഹരൻ മാഡമായിരുന്നു ആഭ്യന്തര സെക്രട്ടറി ആയിട്ട് വന്നത്. ആ മാഡത്തിൻ്റെ അടുത്ത് ഞാൻ 4-5 തവണ പോയി ഇതിങ്ങനെപ്പറ്റി സംസാരിച്ച് കുറച്ചെങ്കിലും ഫണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം 25,000 രൂപയോളം പല കാര്യത്തിനായിട്ട് ചിലവാക്കേണ്ടി വന്നു. കെൽട്രോൺ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ച് ഞാൻ അവിടെ വെച്ച് ഞാനൊരു വലിയ മീറ്റിംഗ് നടത്തി. തിരുവനന്തപുരത്തുള്ള വളരെയധികം ആൾക്കാരെ, സ്ത്രീകളെയും പിന്നെ ഇതിനു വേണ്ടി ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരെയും ഒക്കെ വിളിച്ചുകൊണ്ട് ഒരു പദ്ധതി ഞാൻ അവതരിപ്പിച്ചു. കെൽട്രോണിനോട് ഞാൻ പറഞ്ഞിരുന്നു, ഞങ്ങൾക്കൊരു ആപ്പ് വേണം, നിർഭയ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് തന്നെ ഉണ്ടാക്കണം. അത് ഫോണിൽ വെക്കുന്ന ഒരു ആപ്പിനേക്കാൾ കവിഞ്ഞ് സ്ത്രീകൾക്ക് ധരിക്കുന്ന വസ്ത്രത്തിൽ ഉള്ള ഒരു ബട്ടൺസ്, അത് ഒരു ചെറിയ ഒരു സിം കാർഡിൻ്റെ ഒരു ചിപ്പിൻ്റെയോ ആവശ്യമേ ഉള്ളൂ. അവർക്ക് അവരുടെ വളയോടൊപ്പമോ അല്ലെങ്കിൽ കീ ചെയിനിനോടൊപ്പമോ മാലയ്ക്കകത്തോ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നു ആരെങ്കിലും പുറകെ വരികയോ അവർക്ക് ഏതെങ്കിലും പേടി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അപമര്യാദയായിട്ട് സംസാരിക്കുകയോ കൈക്കറി പിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അവസരത്തിൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അലാം ബട്ടണായിട്ട് അതത് കൺട്രോൾ റൂമിൽ പോവുകയും കെൽട്രോണുമായിട്ട് ചെയ്ത ഒരു ഡിജിറ്റൽ ടെക്നോളജി ഞാനത് ആവിഷ്കരിക്കുകയായിരുന്നു. അന്ന് മോഡേണൈസേഷൻ ADGP ആയിരുന്ന ബെഹ്റ സാറും വരികയും അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം കുറച്ച് സജഷൻസ് ഒക്കെ വേറെ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ കെൽട്രോൺ ഇത് ഒരു എക്സ്പെരിമെൻ്റൽ ബേസിസിൽ ഈ ഒരു ബട്ടൺ ഉണ്ടാക്കുകയും, അതായത് കീ ചെയിനിനകത്ത് വെക്കുന്നത്, വാച്ചിനകത്ത് വെക്കുന്നത്, മോതിരത്തിൽ വരെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇതുപോലെയുള്ള ബട്ടൺസ് ഓട്ടോറിക്ഷകളിലും ബസ്സുകളിലും ഒക്കെ വെക്കാം എന്നുള്ള മട്ടിൽ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ മീറ്റിങ്ങിൽ വെച്ചാണ് ഇതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടോറിക്ഷ കൊണ്ടുവരണം എന്ന് പറയുന്നതും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പോലീസ് പെട്രോൾ വേണം എന്ന് പറയുന്നതും ഒക്കെ. നിർഭയ ഓട്ടോറിക്ഷകളൊക്കെ പിന്നീട് വന്നപ്പോഴും അതിൻ്റെ ആദ്യത്തെ ഓട്ടോറിക്ഷയുടെ ഇനോഗ്രേഷനും ഒക്കെ ഞാനും കൂടെ പോയിയാണ് കൊല്ലത്തും ഒക്കെ നടത്തിയത്. സ്ത്രീകൾ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാവുകയും പുരുഷന്മാർ ഓട്ടോറിക്ഷ ഓടിക്കുന്നതിൻ്റെയും ഒക്കെ മുമ്പിൽ ഒരു നിർഭയ ഓട്ടോറിക്ഷയാണ്. നിങ്ങൾക്കിത് ഏത് അർദ്ധരാത്രിയിലും ഏത് സമയത്തും ഇതിനകത്ത് സ്വതന്ത്രമായിട്ട് ഭയമില്ലാതെ സഞ്ചരിക്കാം. ഈ ഡ്രൈവർമാരുടെയും ഓട്ടോറിക്ഷയുടെയും സകല വിവരങ്ങളും ഞങ്ങൾക്ക് പോലീസിനുണ്ട്. കയറുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിരുന്നു. അപ്പോൾ ഇതുപോലെ വ്യാപകമായിട്ടുള്ള സുരക്ഷാ പദ്ധതികളാണ് ഞാൻ ചെയ്തിരുന്നത്. ഫണ്ടിന് വേണ്ടി പിന്നീട് നടത്തിയ എല്ലാ ഡൽഹി യാത്രകളിലും നിരന്തരം കേട്ടിരുന്ന ഒരു കാര്യം, ലോക്സഭ ഇലക്ഷൻ വരികയാണ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം, അതിന് മുമ്പ് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ ലോക്സഭ ഇലക്ഷൻ മെയ്യിൽ വരികയും കോൺഗ്രസിൻ്റെ ഭരണം പോയി BJP വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വരികയും ശ്രീ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഒരു സർക്കാർ ഡൽഹിയിൽ രൂപാന്തരപ്പെടുകയും ചെയ്തു. BJPയുടെ അധികാരത്തിലുള്ള കേന്ദ്ര സർക്കാർ ചെയ്തത്, നിർഭയയുടെ ഫണ്ടുണ്ട്, അത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെ നോഡൽ ഓഫീസർ. ഏതൊക്കെ വകുപ്പുകളുണ്ടോ ആ വകുപ്പുകൾക്ക് അത് വീതിച്ചു കൊടുക്കുകയും കേന്ദ്രത്തിൽ നിന്നുള്ള ആ വകുപ്പുകൾ അതത് സംസ്ഥാനത്തെ വകുപ്പുകൾക്ക് അതിൻ്റെ പങ്ക് കൊടുക്കുകയും ചെയ്തു. ഫൈനാൻസിൽ നിന്ന് പോലീസിന് ഉള്ളത് ഇത്രയും രൂപയാണ്, 1000 കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ MHAക്ക് 1000 കോടി കൊടുക്കും. MHA അത് സംസ്ഥാനങ്ങളിലുള്ള പ്രോജക്റ്റുകൾ വാങ്ങിച്ച് അതത് സംസ്ഥാനങ്ങൾക്ക് അതിൽ നിന്ന് വീതം വെച്ച് കൊടുക്കും. അങ്ങനെ കേരളത്തിന് വളരെ തുച്ഛമായ കുറച്ച് പൈസ കിട്ടി എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് മാറിയിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇത് ഫലപ്രദമായി നടക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം എൻ്റെ മനസ്സിൽ വളരെ ഗാഢമായി ഉണ്ടായിരുന്നു. വോളണ്ടിയേഴ്സായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരുന്ന ഈ 140 പേരും എന്നെ ദിവസവും വിളിയോട് വിളി, മാഡം ഈ കാര്യം ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഈ കാര്യം ഇങ്ങനെ ചെയ്തു, ഇതിന് ഈ ചിലവുണ്ടോ ആ ചിലവുണ്ടോ, ഞങ്ങൾക്ക് എപ്പോഴാണ് ഐഡൻറ്റിറ്റി കാർഡ് തരുന്നത്,
എപ്പോഴാണ് ഞങ്ങളുടെ മീറ്റിംഗ് നടത്തുന്നത്. കാരണം ഇവർക്ക് ട്രെയിനിങ് കൊടുക്കണമല്ലോ. ഇവർക്ക് പ്രാഥമികമായിട്ടുള്ള നിയമത്തിലും പോലീസ് നിയമങ്ങളിലും ഒക്കെ ട്രെയിനിങ് കൊടുക്കണം. അതിന് പോലും ഫണ്ടില്ല. പോലീസിൻ്റെ സഹായത്തോടു കൂടി കുറച്ച് പേർക്ക് കൊടുത്തു, പക്ഷെ 140 പേർക്കും കൊടുക്കാൻ സാധിച്ചില്ല. രണ്ടാമത്തെ ഫേസിൽ അടുത്ത തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 140 പേരെ എടുക്കണം. ഇതിനൊക്കെ വേണ്ടി ഓടി നടക്കുന്നു, ഫണ്ട് കിട്ടുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കാശ് പൊക്കോണ്ടിരിക്കുന്നു. കേന്ദ്രത്തിലെ അധികാരം പോയപ്പോൾ ഒരു മങ്ങിയ മട്ടിലായിരുന്നു. കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്ന 7 കോടി രൂപ പോലും എവിടെ പോയി എന്നുള്ളത് എനിക്കറിയില്ല. നിർഭയയ്ക്ക് വേണ്ടി ഒന്നും ലഭിച്ചിരുന്നില്ല. സാമൂഹ്യക്ഷേമ വകുപ്പിന് കിട്ടിയ കുറച്ച് കാശ് കൊണ്ടും പോലീസിന് കിട്ടിയ മോഡേണൈസേഷൻ്റെ കുറച്ച് കാശ് കൊണ്ടുമൊക്കെയാണ് നിർഭയ പദ്ധതി ചെറുതായിട്ടെങ്കിലും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. എല്ലാവരുടെയും ഇൻട്രസ്റ്റ് പോയപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റും സ്വാഭാവികമായിട്ട് പോയി. കാരണം ഒരുപാട് പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിനുള്ളൊരു സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല. പിന്നെ കൂടാതെ എന്നെ അവിടെ പോസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത് എനിക്ക് ബാക്കിയുള്ള സോഷ്യൽ പോലീസിങ് മൊത്തം തരാം എന്ന് പറഞ്ഞിട്ട് അതൊന്നും എനിക്ക് തന്നില്ല. ജനമൈത്രി എനിക്ക് കിട്ടിയില്ല, സ്റ്റുഡൻറ്റ് പോലീസ് എനിക്ക് കിട്ടിയില്ല, ട്രാഫിക് എനിക്ക് തന്നില്ല. പേരിൽ മാത്രം ഒരു ട്രാഫിക് ഉണ്ടെങ്കിലും ട്രാഫിക്കിൻ്റെ ഒരു ചുമതലയും എനിക്ക് തന്നില്ല. അപ്പോൾ ഞാൻ നിർഭയയുടെ നോഡൽ ഓഫീസർ മാത്രമായിട്ട് ചുരുങ്ങുകയും യാതൊരു സംവിധാനങ്ങളും ഒരു ഉദ്യോഗസ്ഥരും എനിക്ക് കീഴെ ഉണ്ടാവാത്തേയും ഉള്ള ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ വളരെ നിരാശയായിരുന്നു. അവസാനം DGPയുടെ അടുത്ത് പോയി എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് അദ്ദേഹം സീക്രട്ട് സർവീസ് ഫണ്ടിൽ നിന്ന് എനിക്ക് ചിലവായ തുക മുഴുവനും തന്നു. അതുകൊണ്ട് എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറി കിട്ടിയെങ്കിലും തുടർന്ന് അങ്ങോട്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ഡയറക്ഷൻ കിട്ടുന്നില്ല. ഒരു തണുപ്പൻ മട്ടിലായിരുന്നു ആഭ്യന്തര സെക്രട്ടറിയുടെയും മറ്റും പെരുമാറ്റം. മീറ്റിങ്ങുകൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആരും വരാതെയായി. ഒരിടത്തു നിന്നും ഒരു തരത്തിലുള്ള സഹകരണം കിട്ടാതെ വന്നപ്പോൾ എനിക്കിത് മതിയായി. ഞാനവിടെ നിർഭയയുടെ നോഡൽ ഓഫീസറായിട്ട് ചുമതല ഏറ്റപ്പോൾ ഒരുപാട് അഭിനന്ദന പ്രവാഹമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. സ്ത്രീകൾ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് അവർക്ക് വളരെ സന്തോഷമാണ്, മാഡം വന്നല്ലോ, ഇനി എന്തെങ്കിലും നടക്കും ഞങ്ങളുടെ സുരക്ഷിതത്വത്തിനായി എന്ന് പറഞ്ഞിരുന്ന സ്ത്രീ സമൂഹം അവരുടെ മുന്നിൽ എനിക്ക് ഉത്തരം മുട്ടിപ്പോയി. അവരോടൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ. ഇതാണ് സംഭവിക്കുന്നത്, എപ്പോൾ നടക്കും, എപ്പോൾ തുടങ്ങും, ഇത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടും ഇത്രയും നാളായി, 5 മാസമായിട്ടും ഒന്നും നടക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ അവിടുന്ന് ഇവിടുന്ന് വന്നപ്പോൾ എന്ത് ചെയ്യാനാണ്? നമുക്കൊരു സപ്പോർട്ട് ബേസ് വേണമല്ലോ. നിർഭയയുടെ നോഡൽ ഓഫീസർ എന്ന് പറഞ്ഞ് അവിടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുമ്പോൾ ആയിരക്കണക്കിന് സ്ത്രീകൾ അവരവരുടെ പരാതിയുമായിട്ട് വരും. ആ പരാതികൾ പോലും നേരെ എനിക്ക് നോക്കി നടത്താൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഇത് ഞാൻ വീണ്ടും DGPയുടെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് 2 വനിതാ പോലീസുകാരെ കൂടെ അറ്റാച്ച് ചെയ്ത് തന്നു. ഞാനൊരു വനിതാ പെറ്റിഷൻ ഓഫീസറായി മാറി എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം. SP ആയിരുന്നപ്പോൾ ചെയ്തിരുന്ന അതേ ജോലി സീനിയർ ADGP ആവുമ്പോഴും ഞാനിന്ന് ചെയ്യുകയാണ്. വരുന്ന സ്ത്രീകളുടെ മുഴുവൻ പരാതി ഞാനിരുന്ന് ഇങ്ങനെ കേൾക്കുന്നു, അവർക്ക് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നു, കേസെടുപ്പിക്കുന്നു. ഇതല്ല നിർഭയ നോഡൽ ഓഫീസറിൻ്റെ ജോലി. അതിനേക്കാളുമൊക്കെ ഒരുപാട് കൂടിയ ഒരു ജോലിയാണ് വിവിധ വകുപ്പുകളുടെ ഏകോപനം, അവരുടെ പ്രവൃത്തി, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, PWDക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആരോഗ്യവകുപ്പിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സാമൂഹ്യക്ഷേമ വകുപ്പിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു വിവിധ മുന്നേറ്റം നടത്തുക എന്നുള്ള, വിവിധ തലങ്ങളിലുള്ള മുന്നേറ്റം നടത്തുക, ഇതെല്ലാം എൻ്റെ സ്വപ്നമായി തന്നെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അവസാനം എനിക്ക് അവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വന്നത്. ഇങ്ങനെയുള്ള ഒരു വളരെ നിരാശപ്പെടുത്തുന്ന ഒരു അനുഭവം കൂടെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? സസ്നേഹം, ശ്രീലേഖ.